ശ്രീ എ പി അനിൽകുമാർ മന്ത്രി, റവന്യൂ മന്ത്രി നമ്മോടൊപ്പം തത്സമയമുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ പ്രതിപക്ഷം വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മഴക്കെടുതി, അതിന് നാശനഷ്ടം, ആൾനാശം അതൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 12 മരണസംഖ്യ 12 ഉയർന്നു എന്നുള്ളൊരു കണക്കാണല്ലോ വരുന്നത്. അതൊരു ഔദ്യോഗികമായ കണക്കാണോ? ഇത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ സർക്കാരുകളെ പോലെ, അതായത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഈ ദുരന്തത്തെ നേരിട്ട രീതിയിലല്ല നിങ്ങൾ നേരിടുന്നത് എന്ന വിമർശനമാണ് UDF-നെതിരെ ഇപ്പോൾ ശക്തമായവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഒരു പ്രളയത്തിലെ സാഹചര്യം, ആ 48 മണിക്കൂറിനിടയിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു. 31-ാം തീയതി രാത്രി 3 മണിക്കാണ് ഈ ഇടുക്കിയിലെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ സംഭവിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് പത്തനംതിട്ടയിൽ അതിതീവ്ര മഴ ഉണ്ടാകുന്നത്. കോട്ടയത്തും ഇതുപോലെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതൊക്കെ 31-ാം തീയതി രാത്രിയാണ്. 1-ാം തീയതി ഇന്നലെ കഴിഞ്ഞ് ഇന്ന് 2-ാം തീയതി എത്തുമ്പോൾ നമുക്ക് അത് പൂർണ്ണമായ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. മരണപ്പെട്ടവരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. അവരെ തിരച്ചിൽ നടത്തി അവരുടെ മൃതദേഹങ്ങൾ കണ്ടുകിട്ടി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അപകട മേഖലയിലുള്ളവരെ ക്യാമ്പിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് വാഹനങ്ങൾ വീടുകളിൽ കുടുങ്ങിക്കിടന്ന റാന്നിയിലെയും അതുപോലെ തന്നെ ആറന്മുളയിൽ ഉള്ളവരെയൊക്കെ വീടുകളിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഏതെല്ലാം രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സേനാംഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നിലവിൽ നമുക്കൊരു പ്രോട്ടോക്കോളുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുള്ള ഒരു പ്രോട്ടോക്കോളാണ്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മളും സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങളത് കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ദൗത്യം. ഇതാണ് ഇപ്പോൾ നമ്മളോടൊപ്പം പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറിയും നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇത് സർക്കാർ സ്പോൺസേഡ് ദുരന്തം എന്നാണ് അവരുടെ പ്രയോഗം. അത് രാഷ്ട്രീയമായ ഒരു പ്രയോഗമായിരിക്കാം. പക്ഷെ എന്നാലും ഈ പത്തനംതിട്ടയിൽ ഇന്നലെ 1-ാം തീയതി ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ മുന്നറിയിപ്പ് റെഡ് അലേർട്ട് ആയിരുന്നുവെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടി മുൻപ് തന്നെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇത് വെള്ളം വീടുകളിലൊക്കെ കയറി അത് ദുരന്തം അതിൻ്റെ എല്ലാ തരത്തിലും അനുഭവിച്ച് കഴിയുമ്പോഴാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ മുന്നറിയിപ്പ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു മിനിസ്റ്റർ? ഇവിടെ ഒരു വാർ റൂം ഉണ്ടോ എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുകയാണ്. സ്മൃതി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അത് അദ്ദേഹത്തിന് മനസ്സിലാവാത്തതുകൊണ്ടോ ചിലപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാവും. മന്ത്രിക്കോ ഗവൺമെന്റിനോ ഇത്തരത്തിലുള്ള കളർ കോഡ് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഒരു റോളുമില്ല. ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് കളർ കോഡ് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അലർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? അലർട്ട് കൊടുക്കാൻ ഗവൺമെന്റിന് എങ്ങനെ കഴിയും ശാസ്ത്രീയമായിട്ട് അലർട്ട് കൊടുക്കാൻ? അലർട്ട് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാലാവസ്ഥ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പും നമ്മുടെ സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള മുന്നറിയിപ്പും കൂടി വെച്ചുകൊണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത്. ഗ്രീൻ ആണോ, യെല്ലോ ആണോ, ഓറഞ്ച് ആണോ, റെഡ് ആണോ എന്നൊക്കെ. ഓറഞ്ച് കൊടുക്കുന്നിടത്ത് ഞങ്ങൾക്ക് വിളിച്ച് പറയാൻ പറ്റുമോ നിങ്ങൾ റെഡ് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഗ്രീൻ കൊടുക്കുമെന്ന്? അപ്പോൾ ഗവൺമെന്റ് അല്ല ഇത് ഈ കളർ ചേഞ്ചും കളർ കോഡും നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ അദ്ദേഹം പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതും മനസ്സിലാക്കി കാണില്ല. അതുകൊണ്ട് അദ്ദേഹം ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അത് കേന്ദ്ര കാലാവസ്ഥ ഞങ്ങളോടത് പറയുകയാണെങ്കിൽ ഞങ്ങളത് പറയും. അത് പറഞ്ഞില്ല, ഓറഞ്ച് അലർട്ടാണ് പറഞ്ഞെങ്കിൽ ഓറഞ്ച് അലർട്ട് പറയും. അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ ഒന്നും ഇടപെടാറില്ല. അതൊക്കെ കേന്ദ്ര കാലാവസ്ഥ മണിക്കൂറുകൾ വെച്ചാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ 3 മണിക്കൂർ റെഡ് അലർട്ട് എന്ന് 8 ജില്ലകളിൽ, പിന്നീട് അത് മാറി നമുക്ക് തന്നു. അപ്പോൾ അത്തരം മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചല്ലേ പറയുന്നത്. ഗവൺമെൻറ്റാണോ പ്രഖ്യാപിക്കുന്നത്? UDF ഗവൺമെൻറ് വന്നാൽ എപ്പോഴും റെഡ് അലർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് മഴയായിരിക്കും റെഡ് അലർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ LDF വന്നു കഴിഞ്ഞാൽ ഗ്രീൻ മാത്രമേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഗവൺമെന്റിന് അതിന്റെ അധികാരമില്ല. അത് അദ്ദേഹം മനസ്സിലാക്കണം. ഈ വാർ റൂം പ്രവർത്തിക്കുക ഇപ്പോൾ കഴിഞ്ഞ സർക്കാരുകൾ ഈ ഒരു താരതമ്യമാണ് ശ്രീ അനിൽകുമാർ അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ വൈകിട്ടാകുമ്പോൾ വാർത്താ സമ്മേളനം വിളിക്കുന്നു. ഇന്ന ജില്ലകളിൽ ഇന്നതാണ് സാഹചര്യം എന്ന് കൃത്യമായി വിശദീകരിക്കുന്നു. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. മരണസംഖ്യ ഇതാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു അപ്ഡേറ്റുകൾ കൃത്യമായി നൽകുന്നു. ഇതിവിടെ ഇപ്പോൾ സംഭവിക്കുന്നില്ല. ഒരു ഏകോപനത്തിന് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ തന്നെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതിനൊരു ഏകോപനത്തിന് മുൻകൈ എടുക്കുന്നില്ല എന്ന വിമർശനവുമുണ്ട്.
ഞാൻ അക്കാര്യത്തെക്കുറിച്ചൊന്ന് പറയാം. കഴിഞ്ഞ തവണ 2018 പ്രളയത്തിന് സമാനമായ പ്രളയമാണോ ഇപ്പോഴുണ്ടായത്? അത് ഒന്നാമത്തെ കാര്യം അല്ല. ഇത്തവണത്തെ പ്രളയം അത്രത്തോളം രൂക്ഷമായിരുന്നില്ല. അത് നമുക്കറിയാം. ഏത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവമുണ്ട്. ആ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണും, അത്തരം ആക്ഷൻസ് എടുക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. പക്ഷേ പല ജില്ലകളിലും ഇന്നലെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ മലബാർ മേഖലയിലായിരുന്നു ഇന്നലെ. യഥാർത്ഥത്തിൽ കോട്ടയം, ഇടുക്കി, അതുപോലെ പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്നലെ തീവ്രമായ മഴയും അനുബന്ധമായ മണ്ണിടിച്ചിലും ഉണ്ടായത്. അന്നത്തെ ഒരു സാഹചര്യമല്ല. അന്ന് കേരളം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, മെനിഞ്ഞാന്ന് രാത്രി വൈകി 3 മണിയോട് കൂടി തുടങ്ങി ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും കാര്യങ്ങൾ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിനകത്ത് മുഖ്യമന്ത്രി, ഞങ്ങൾ രാവിലെ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർക്ക് ചുമതല കൊടുത്തു. എല്ലായിടത്തും അവിടെ പോവുകയോ കാര്യങ്ങൾ ജില്ലാ കലക്ടർമാരുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. ഞാൻ ഇന്നലെ 11 മണിക്ക് തന്നെ കേരളത്തിലെ മുഴുവൻ ജില്ലാ കലക്ടർമാരുടെയും ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു. അത് റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തുള്ള മീറ്റിംഗ് വിളിച്ച് ഓരോ ജില്ലയിലെയും പ്രശ്നങ്ങൾ വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. എവിടെയൊക്കെയാണ് ആവശ്യങ്ങൾ, NDRF ഉൾപ്പെടെ വേണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വിവരം കൊടുത്തു. NDRFന്റെ പുതിയ ട്രൂപ്പുകളെ അയച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് യാനം കൊല്ലത്തു നിന്ന് വേണമെന്ന് പത്തനംതിട്ടയിൽ പറഞ്ഞു. പത്തനംതിട്ടയുടെ ആവശ്യം അനുസരിച്ച് കൊല്ലത്തു നിന്ന് യാനം ബോട്ട് അയച്ചു. ഇത്ര എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമായി വിമർശിക്കുകയല്ല, ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. ഞങ്ങൾ ഇത് PR വർക്ക് നടത്തിയില്ല എന്നേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും നന്നായി ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാലും ചില പരാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പരാതികൾ ഞങ്ങളതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. വിമർശനങ്ങൾ അതിനോട് സഹിഷ്ണുതയില്ലാതെ പെരുമാറുന്ന സമീപനമില്ല. ഇന്ന് രാവിലെ ആറന്മുളയിൽ ഞങ്ങളുടെ MLA ജാബിം വർക്കി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ പ്രഭാത ഭക്ഷണം എത്തിയിട്ടില്ല, വൈകുന്നു. ഏതാണ്ട് 8 മണിക്കാണ്. പക്ഷെ അപ്പോൾ തന്നെ ജില്ലാ കളക്ടറെ വിളിച്ചു. പ്രഭാത ഭക്ഷണം എത്തിക്കാനുള്ള, അല്പം വൈകിപ്പോയി എന്നുള്ളൂ, എത്തിക്കാനുള്ള നടപടി എടുത്തു. എത്തിക്കാനുള്ള നേരത്തെ നടപടി എടുത്തിരുന്നു, പക്ഷെ അത് വേഗത്തിലാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. അങ്ങനെ വരുന്ന ആക്ഷേപങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എവിടെ വീഴ്ച പറ്റി എന്നാ പറയുന്നത്? ഈ മുന്നറിയിപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ 6-ാം തീയതി മുതൽ മഴ കൂടുതൽ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു മുന്നൊരുക്കം? സ്മൃതി, അക്കാര്യത്തിൽ ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചെയർമാനും റവന്യൂ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമായിട്ടുള്ള കമ്മിറ്റി ഞങ്ങൾ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു. മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു ചേർത്ത് അതിനകത്ത് ആർമിയും പോലീസും NDRFും BSF ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളുടെ ഈ മേഖലയിലുള്ള തലവന്മാരുണ്ടായിരുന്നു. അവിടെ വിളിച്ച് ചേർത്ത് മൺസൂൺ തുടങ്ങുകയാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിടാൻ തയ്യാറാവണം. ജില്ലകളിലേക്ക് ഓരോ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്യണം. അത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. ആ യോഗത്തിനടുത്ത് തീരുമാനമെടുത്ത് തന്നെ റെഡ് അലർട്ടും യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടൊക്കെ ഉണ്ടാകാം. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ നേരിടാൻ ഒരുങ്ങി നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തത്. അപ്പോൾ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസേഴ്സിനോട് ഞങ്ങൾ ഓരോ സ്ഥലത്തും ക്യാമ്പ് നടത്തേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തി തഹസിൽദാർമാർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. 1 മണിക്കൂർ കൊണ്ട് ആളുകളെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാരണവശാലും ആവശ്യമായ ഷെൽട്ടർ തേടി പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. എല്ലായിടത്തും ഷെൽട്ടർ നേരത്തെ കണ്ടെത്തണം എന്ന് നിർദ്ദേശം കൊടുത്തു. എല്ലായിടത്തും അത്തരം ഷെൽട്ടറുകൾ കണ്ടെത്തി. അങ്ങനെ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാ ഒരുക്കങ്ങളും മൺസൂൺ വരുന്നതിന് മുമ്പ്, അലർട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. പക്ഷെ ഇതൊരു 48 മണിക്കൂർ മാത്രം ഒതുങ്ങി നിന്ന ഈ ഒരു കാര്യത്തിൽ ഇത്രയും അസഹിഷ്ണുതയോടു കൂടിയുള്ള വിമർശനം എനിക്കത് മനസ്സിലാവുന്നില്ല. മിനിസ്റ്റർ, അത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഏറ്റവും ശക്തമായ വിമർശനമുള്ളത്. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു, പൊന്നാനിയിൽ വിരുന്ന് കഴിക്കാൻ പോയി തുടങ്ങിയ ചിത്രങ്ങൾ ഒക്കെ എടുത്തു വെച്ചിട്ടാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ അതിന് കൂടി റവന്യൂ മന്ത്രി എന്ന നിലയ്ക്ക് അങ്ങ് മറുപടി നൽകുന്നുണ്ടോ? മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കേണ്ടിയിരുന്നു എന്നതിൽ പ്രതിപക്ഷത്തിനൊരു ആലോചനയുണ്ട്. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യം, റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇന്നലെ പറഞ്ഞു, ഇത്തരം ഒരു ഇത് വന്നപ്പോൾ അതിന് മുഴുവൻ ഏകോപനങ്ങളുടെ ചുമതലയും റവന്യൂ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ജില്ലകളിൽ മന്ത്രിമാർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നിരന്തരം ഇവരുമായിട്ട്
ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒട്ടനവധി കാര്യങ്ങൾ ഒരേ സമയം നോക്കേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഞങ്ങൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവരും അതുപോലെ ജില്ലയിലെ ഭരണകൂടവും ഒക്കെ തന്നെ വളരെ സജീവമായ രംഗത്തുണ്ട്. ഏത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തോട് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ്, നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പോയിട്ടുള്ളത്. പിന്നെ മുഖ്യമന്ത്രി എന്ത് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് ഒട്ടനവധി കാര്യങ്ങൾ വേറെയുണ്ട്. ആ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഇതിന്റെ ഏകോപനത്തിന്റെ ചുമതലയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. തീർച്ചയായും മിനിസ്റ്റർ, ഇപ്പോൾ ഈ 5792 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. 209 ദുരിതാശ്വാസ ക്യാമ്പുകൾ. പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ള പരാതിയൊക്കെ ചിലരുടെ പ്രതികരണങ്ങളായി വരുന്നുണ്ട്. മിനിസ്റ്റർ അത് ശ്രദ്ധിച്ചോ? ക്യാമ്പുകളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കപ്പെടുന്നത്? ഞാൻ പത്തനംതിട്ട ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഈ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കൂടുതൽ ക്യാമ്പുകൾ ഉണ്ടാവുക, രാത്രി മഴ പെയ്യും എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം വരിക. ആ ക്യാമ്പുകൾ തുറക്കേണ്ടി വരുമ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾ വരുമ്പോൾ ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇന്നലെ രാവിലെ മുതലാണ് ചില ക്യാമ്പുകൾ ആരംഭിച്ച്, ഇന്ന് ആരംഭിച്ച ക്യാമ്പുകളുണ്ട്, ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ക്യാമ്പുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ക്യാമ്പുകൾ തുടങ്ങുന്ന സമയത്ത് വളരെ കൂടുതൽ നമ്പർ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ വളരെയധികം ക്യാമ്പുകളുണ്ട്. അപ്പോൾ കൂടുതൽ ക്യാമ്പുകൾ വരുമ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഞങ്ങൾ കൊടുത്തുള്ള നിർദ്ദേശം, അത്തരത്തിലുള്ള എന്തെങ്കിലും പരാതികൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാതികൾ പരിഹരിക്കാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. ആ തുടക്കത്തിൽ അത് ഒന്ന് ട്രാക്കിൽ കയറുന്നതിന് വേണ്ടിയുള്ള സമയത്തിൽ ചിലപ്പോൾ പരാതികളൊക്കെ തോന്നും. ഇവിടെ വീടുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ സ്മൃതി, ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, മാനസിക പ്രയാസമാണ്. അപ്പോൾ അവരൊരു ക്യാമ്പിലേക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ വലുതായിരിക്കും. അപ്പോൾ അവർ നമ്മൾ നൽകുന്ന കാര്യത്തെ പോലും സംതൃപ്തരാവില്ല. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് പരമാവധി കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിൽ വീഴ്ച വരുത്തരുത് എന്നുള്ള കാര്യം വളരെ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ പണം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. കൂടുതൽ ആവശ്യമാണെങ്കിൽ അത് ഉടൻ തന്നെ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു വീഴ്ച വന്നിട്ടില്ല. പിന്നെ ബോധപൂർവം ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റില്ല. തീർച്ചയായും. വളരെ നന്ദി മിനിസ്റ്റർ, ഈ സമയത്ത് ഈ ഏകോപനത്തിനിടയിലും ഞങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയതിന് വളരെയധികം നന്ദി മിനിസ്റ്റർ ശ്രീ AP അനിൽകുമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.